ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. സോ എക്സാംസൊക്കെ അടുത്തെത്തി. അപ്പോൾ എക്സാം റുട്ടീൻ ആയാലോ. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും ഇംഗ്ലീഷ് എക്സാമിന് എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുള്ള കുറച്ച് സീക്രട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ വാച്ച് ടിൽ ദ എൻഡ്. ആദ്യം തന്നെ നിങ്ങളൊരു ബുക്ക് എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, ഒരു പെൻ എടുക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക. ഈ ആഴ്ച ഓൾമോസ്റ്റ് 6 എക്സാംസ് ആണുള്ളത്. ഇതിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ട്. ഇച്ചിരിയെങ്കിലും നോക്കിയത് വിടുക. ഒട്ടും നോക്കാത്തതുണ്ടാവില്ലേ, അത് മാത്രം നിങ്ങൾ എഴുതാം കേട്ടോ. അപ്പോൾ ഒട്ടും നോക്കാത്ത വിഷയങ്ങൾ എനിക്ക് തന്നെ കുറേ ഉണ്ട് ഈ ആഴ്ചയിൽ. നെക്സ്റ്റ് ആഴ്ചയിൽ 3 വിഷയമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ളൂ. അത് നമുക്ക് അന്നേരം നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ആഴ്ചയിൽ അത് നോക്കാം. ഈ ആഴ്ചയിൽ 6 സബ്ജക്ട്സിൽ ഏതൊക്കെയാണ് ഒട്ടും നോക്കാത്തുള്ളതെന്ന് വേണം ഫസ്റ്റ് നോക്കാൻ. അപ്പോൾ എനിക്ക് SS 2 ചാപ്റ്റേഴ്സും ഇംഗ്ലീഷിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷാണ് ഏറ്റവും അത്യാവശ്യം എടുത്തിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ്സ് ദ ഫസ്റ്റ് എക്സാം. ആൻഡ് സോഷ്യലും എനിക്ക് പെട്ടെന്ന് തീർത്താൽ ആ ഒരു ടെൻഷനും ഒഴിവായി കിട്ടും. പിന്നെ മലയാളം ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല, അപ്പോൾ അതും പഠിച്ചെടുക്കണം എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്, അധികം ടൈമില്ല. ഞാൻ കുറച്ച് സോഷ്യൽ നോക്കാൻ വിചാരിച്ചു. സോഷ്യലിൻ്റെ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അത് ഞാൻ ഒട്ടും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ തുടക്ക ഭാഗത്ത് കുറച്ചേ പഠിക്കേണ്ടതുള്ളൂ. അതായത് ഇന്ന് ഞാൻ പഠിക്കുന്ന, അതായത് ഈ വീഡിയോയിൽ ഞാൻ പഠിക്കുന്ന അത്രയും ഭാഗത്ത് കുറച്ച് പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ഭാഗം കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മതിയായിട്ട് ഞാൻ പുസ്തകം അടിച്ചു വെച്ചു. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് നോക്കാൻ വിചാരിച്ചു. ഓക്കെ, സോ ഫസ്റ്റ് അറിയാലോ യൂട്ടിലിറ്റീനെ പറ്റിയിട്ട്. യൂട്ടിലിറ്റി എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, പിന്നെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിനെ പറ്റി പറയുന്നുണ്ട്. മേ ബി അത് 2 മാർക്കിനൊക്കെ ചോദിക്കാം വേണമെങ്കിൽ. അപ്പോൾ അതൊന്ന് പഠിച്ച് വെച്ചേക്കാം. പിന്നെ അധികം അവിടെ ഒന്നുമില്ല. പിന്നെ അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തായാലും പഠിച്ച് വയ്ക്കുക. അത് സമഗ്രയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പല ടൈപ്സ് ഓഫ് ഗുഡ്സിനെ പറ്റിയിട്ടും പഠിക്കുക. അത്ര ഉണ്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആ ഒരു അപ്രിസിയേഷനൊക്കെ വരുന്നില്ലേ, അതെന്തായാലും നമുക്ക് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ്റ് തന്നെയാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റും. കാരണം സീഡ്ലിംഗ് ഇല്ല. ഞങ്ങളുടെ ടീച്ചർ ഈ ടെക്സ്റ്റ് ബുക്ക് മേക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പെട്ട ആളായതുകൊണ്ട് ഷീ നോസ് എവറിത്തിങ് അബൌട്ട് ഓണം എക്സാം പോർഷൻ. സോ സീഡ്ലിംഗ് ചാപ്റ്റർ ഇല്ല. ആൻഡ് നിങ്ങളത് പഠിച്ച് വെറുതെ ടൈം കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. സീഡ്ലിംഗ് ഒട്ടുമില്ല. ആൻഡ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ്റിൽ അപ്രിസിയേഷൻ ചോദിക്കും, എന്തായാലും ചോദിക്കും, നമുക്കറിയാമല്ലോ. ഒപ്പം ഒരു ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് സ്പീച്ച് കമ്പാരിസൺ ആയിരിക്കും വരിക. അതായത് മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചും ബ്രൂട്ടസിൻ്റെ സ്പീച്ചും. എൻ്റെ ഇംഗ്ലീഷ് മിഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അതിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്രൂട്ടസിൻ്റെ ആണോ മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചാണോ മോർ കൺവിൻസിങ്, അതിനെപ്പറ്റിയൊരു പാരഗ്രാഫ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അത് എന്തായാലും പഠിച്ച് വയ്ക്കാം കേട്ടോ. അതാണ് മെയിനായിട്ടൊരു മാറ്റമുള്ളത്. പിന്നെ അറിയാമല്ലോ, 5 മാർക്കിന് പാസേജ്, പിന്നെ 5 മാർക്കിന് പോയം, പിന്നെ 5 മാർക്കിന് അൺഫെമിലിയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ അപ്രിസിയേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ 7 മാർക്കിന് റിവ്യൂ, റൈറ്റപ്പ് അല്ലെങ്കിൽ സ്പീച്ച്, അങ്ങനെ 7 മാർക്കിൻ്റെ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, 2 ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. പിന്നെ 4 മാർക്കിൻ്റെയാണ് ഉള്ളത്, 5 മാർക്കിൻ്റെ അല്ല, 4 മാർക്കിൻ്റെയാണ് ഉള്ളത്. അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 18, 19, 20 ആണെന്നുണ്ടെങ്കിൽ 18നും 19നും A or B എന്ന് പറഞ്ഞ ഓർ ഉണ്ടാവും. പക്ഷേ 20ന് നമ്മൾ എന്തായാലും എഴുതേണ്ടി വരും. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെയാണ് പിന്നെ വരുന്നത്. അതിലിപ്പോൾ 21, 22, 23 ആണെന്നുണ്ടെങ്കിൽ 21നും A or B ഉണ്ടാവും. 22നും A or B എഴുതാനായിട്ടുണ്ടാവും. പക്ഷേ 23ന് ഇൻറ്റേർണൽ ചോയ്സ് ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ എന്തായാലും എഴുതണം. പിന്നെ എഡിറ്റിങ്ങിൽ പിന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളത്, കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് 3 വാക്ക് തരും. ഓരോ വാക്കിനും ഓരോ മാർക്ക് വെച്ചായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് ഓരോ വാക്കിനും അര മാർക്ക് വെച്ചായിരിക്കും. അതായത് 6 വാക്കിട്ടായിരിക്കും. ഓരോ വാക്കും നമ്മൾ കറക്റ്റായിട്ട് എഴുതിയാൽ ഓരോ വാക്കിനും അര മാർക്ക് വെച്ച്, അപ്പോൾ 3 മാർക്ക്, അങ്ങനെയായിരിക്കും എഡിറ്റിങ്ങിൽ വരിക. അങ്ങനെ അതാണ് എഡിറ്റിങ്ങിൽ മെയിനായിട്ട് വന്നൊരു മാറ്റം. പിന്നെ ബാക്കി ഫ്രസൽ വെബ്സ്, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതെല്ലാം പഴയ പോലെ തന്നെയാണ്. വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് മിഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം അതിൽ അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾസ്, ഞാൻ ആ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾസ് എന്തായാലും ഓണത്തിന് വരും എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 9th കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. പിന്നെ നമുക്കറിയാമല്ലോ, നമുക്കതൊന്നും ഒരു ഓർമ്മയുണ്ടാവില്ല. എന്തായാലും അത് നിങ്ങളൊന്ന് പഠിച്ച് വയ്ക്കുക. അത് പ്രത്യേകിച്ചൊന്നുമില്ല. 4 ലൈൻ, ഇപ്പം 4 ലൈൻ എഴുതുക. ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെ പരസ്യത്തിലുള്ള പാട്ടുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും 4 ലൈൻ എഴുതുക. റൈമിങ് ആയാൽ മതി. ഒരു ചെറിയൊരു അർത്ഥം ഉണ്ടാവണം. റൈമിങ് ആണോ എങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴും. ഓക്കെ, സോ കൂടുതലും റൈമിങ് വേർഡ്സ് ഉപയോഗിച്ച് എഴുതാനായിട്ട് നോക്കുക. ഐ നോ ദിസ് വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, എന്നാലും കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ കാണുക, കേൾക്കുക, പഠിക്കുക, ആൻഡ് സ്കോർ ബെറ്റർ. ആൻഡ് എക്സാമിൻ്റെ തലേന്നും വ്ളോഗ്സ് ഇടണോ എന്നുള്ളത് നിങ്ങൾ അറിയാമല്ലോ. എക്സാം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്താൽ പോലും എനിക്ക് വോയിസ് ഓവർ കൊടുത്തിടാനായിട്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയാം. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ബൈ.